പാലക്കാട് ടൗണിൽ നിന്നാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം. ടൗണിൽ നിന്ന് നേരെ കൊടുമ്പ് ചിറ്റൂർ റോഡിലേക്ക് കയറി പാലത്തുള്ളി എന്ന ഭാഗത്തുള്ള പഴയൊരു ശിവക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കേരളത്തിൻ്റെ തനതായ ഗ്രാമഭംഗി തേടി വരുന്നവർക്കെല്ലാം പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് എന്ന സ്ഥലവും പരിസര പ്രദേശങ്ങളും പരിഗണിക്കാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തിലുള്ള നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പഴയ ഗ്രാമീണ കാഴ്ചകളെല്ലാം ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയും. തിരക്കും ബഹളമൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള വിശാലമായിടത്ത് വണ്ടിയും പാർക്ക് ചെയ്യാം. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അധികം ആളുകൾക്ക് അറിയില്ല, അതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവ്. തികച്ചും ഒരു കാടിൻ്റെ അന്തരീക്ഷമാണിവിടെ. മേൽക്കൂര കണ്ടിട്ട് പുതുതായി കെട്ടിയതുപോലെയുണ്ട്. താഴെയുള്ള കല്ലുകൾക്കെല്ലാം ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ആ കല്ലുകൾക്കിടയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ നാഗങ്ങളുടെ കരിങ്കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങളിരിക്കുന്നതായി കണ്ടു. ഇതുപോലുള്ള സ്ഥലത്തേക്ക് വന്നാൽ ഒരുപാട് പഴയകാലത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് വരാറുണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള വലിയ മരങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും. അതുകൊണ്ട് ഇവിടെ ശരിക്കും കാടിൻ്റെ അന്തരീക്ഷം ഫീൽ ചെയ്യുന്നത്. ഇത് വർക്കിംഗ് കണ്ടീഷനാണോ എന്നറിയില്ല. പണ്ട് അമ്പലങ്ങളിലെല്ലാം ഇതിൽ നിന്നായിരുന്നു പാട്ട് കേട്ടിരുന്നത്. രാവിലെയും വൈകുന്നേരവും ഏകദേശം 1.5 മണിക്കൂർ അമ്പലത്തിൽ വെച്ച പാട്ടും കേട്ട് സന്ധ്യമയങ്ങും നേരം ആൽത്തറയിൽ കാറ്റും കൊണ്ട് അമ്പലത്തിലെ പായസത്തിനായി കാത്തിരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഒറ്റയ്ക്കല്ല, കുറച്ച് കൂട്ടുകാരോടൊപ്പം നാട്ടുവർത്തനവും പറഞ്ഞ് സമയം ചെലവഴിച്ച ഒരു കാലഘട്ടം. ആ ഓർമ്മകളാണ് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത്. ആ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ്. ഈ സ്ഥലത്തേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം ഈ കാണുന്ന സ്ഥലമാണ്. പടയോട്ടക്കാലത്ത് അവർ നശിപ്പിച്ച ഒരു ക്ഷേത്രമാണ് എന്നാ പറയപ്പെടുന്നത്. ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായ കാരണം അടുത്തുകൂടി ഒഴുകുന്ന പുഴ ഈ മരങ്ങൾക്കും ചെടികൾക്കും ഇടയിലൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഇവിടെയും പൂജകൾ നടക്കുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ 2 തവണ ഇവിടെ പൂജ ചെയ്യുന്ന നമ്പൂതിരി വന്ന് പൂ വയ്ക്കുന്നതും ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നതും കണ്ടു. ചിലർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അമ്പലമല്ലേ എന്ന് കരുതി അകത്തേക്ക് കയറാൻ അനുവാദമില്ല എന്ന് മനസ്സിലായി. ഇവിടെ വരുന്നവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ പോയാൽ പുഴയിലേക്ക് ഇറങ്ങാനായി ഒരു കടവുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. പുഴയ്ക്ക് കുറുകെ ഡാം കെട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് സാധാരണ ചെക്ക് ഡാം പോലെയല്ല, ഒരു റെഗുലേറ്റർ ഡാം പോലെയുണ്ട്. താഴ്ത്തി ഇറങ്ങി വന്നപ്പോൾ കുറച്ചുകൂടി നന്നായി കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം കണ്ടാലറിയാം നല്ല അടിയൊഴുക്കുണ്ട്. ഈ കടവിനടുത്തായി മുഴുവൻ ചെളിയാണ്. അത് കാരണം വെള്ളത്തിനടുത്തേക്ക് നടന്നു പോവാൻ കഴിയില്ല. വെള്ളമെങ്ങനെ നിറഞ്ഞു പോകുമ്പോൾ ഇറങ്ങാതിരിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത്. ഇതുവഴി പോയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് റെഗുലേറ്റർ ഡാം തന്നെയാണ്. വടകരപ്പള്ളി റെഗുലേറ്റർ ഡാം എന്നാണ് ഈ ഡാമിൻ്റെ പേര്. അവരോട് സംസാരിച്ചപ്പോൾ വേറൊരു കാര്യം കൂടി അറിയാനിടയായി. ഈ പുഴയുടെ മറുകരയിൽ ഒരു പള്ളിയുണ്ട്, വടകരപ്പള്ളി. അവിടെയുള്ളവർ ഈ അമ്പലത്തിൽ വരാറുണ്ട്. അമ്പലത്തിൽ വരുന്നവർ ആ പള്ളിയിലും പോവാറുണ്ട്. ജാതിമതഭേദമന്യേ സ്ഥിതി ചെയ്യുന്ന 2 ആരാധനാലയങ്ങളാണ് പുഴയുടെ അക്കരയും ഇക്കരയും ഉള്ളത്. പുഴയിൽ നിന്ന് കയറി വരുന്ന വഴിയുടെ നേരെയാണ് പ്രവേശന കവാടം. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തെ പുഴയും ബാക്കിയുള്ള ഭാഗം നെൽപ്പാടങ്ങളാണ്. കാടിൻ്റെ അന്തരീക്ഷമായതുകൊണ്ട് ഉറപ്പായും ഇവിടെ ഒരു സർപ്പക്കാവ് കാണും എന്ന് മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ. ഇതുപോലുള്ള കാടും അന്തരീക്ഷവും കാണുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് സർപ്പക്കാവുകളാണ്. അങ്ങനെയൊരു സ്ഥലത്ത് തന്നെയാണ് ഇവിടെയും സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അധികം ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാവാം ഇവിടെ തിരക്കേയില്ല. സാധാരണ രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എല്ലാം വരുന്നത് മനസ്സിനൊരു ശാന്തിയും സമാധാനവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് പറ്റിയത് ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്.